ഇപ്പം നമ്മളുടെ ഇയർപോഡ് പൗച്ചിൻ്റെ സെക്കൻഡ് പോർഷനും കൂടെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് പീസ് ഇതാണ്. ഇതുപോലെ നമ്മൾ ഒരു പീസും കൂടെ ഉണ്ടാക്കി. ഫസ്റ്റത്തേതിൽ ഇങ്ങനെയാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഈ ലാസ്റ്റ് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇനി ഇതിൽ വരുമ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഞാനിതിവിടെ വെച്ച് നിർത്തിയിട്ടുള്ളത്. അപ്പം ഇതിൽ ലാസ്റ്റ് ഒരു ഏരിയയാണ് ഈ ഒരു ഭാഗം, ഈ ഒരു വർക്കിൻ്റെ കേട്ടോ. നമ്മൾ ഇത്രയും നേരം ചെയ്ത ആ ഒരു വർക്കിൻ്റെ ലാസ്റ്റ് പോർഷൻ ചെയ്യാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് ക്ലസ്റ്റർ ഇവിടെ ചെയ്യാൻ പോവാണ്. മൂന്ന് ഡബിൾ ക്രോഷേ ചെയ്തിട്ട് നമ്മൾ ഇനി ഒരു സിംഗിൾ ക്രോഷേ. ഇനി നമ്മൾ ഇതിവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഈ തേർഡ് ലൂപ്പിൽ 1 2 3 തേർഡ് ലൂപ്പിൽ നമ്മളിത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. ഓക്കെ. അങ്ങനെ സോറി, ഇത് സ്ലിപ്പ് സ്റ്റിച്ചാണ്. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അങ്ങനെ ഈ ഒരു പോർഷൻ ഇവിടെ കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ സിംഗിൾ ക്രോഷേ ചെയ്യുക. അതാണ് മറ്റേ ഒരു പീസിൽ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സിംഗിൾ ക്രോഷേ സ്റ്റാർട്ട് ചെയ്യണം. ഇവിടുന്ന് 1 2 3. ഇതിൻ്റെ ഒരു മിഡിലായിട്ട് വരുമ്പോൾ നമ്മൾക്ക് നിർത്തിയിട്ട് ചെയിൻ സ്റ്റിച്ച് കുറച്ച് ചെയ്യണം. അതായത് ആ ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ള ചെയിൻ നമ്മൾ ഇവിടെയാണ് ഉണ്ടാക്കുന്നത്. നമ്മളിത് ഹാങ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ഒരു സംഭവം ഉണ്ടാക്കേണ്ടത് ഇവിടെയാണ്. ഇപ്പം നമ്മൾ 4 എണ്ണല്ലേ ചെയ്ത് 1 2 3 4 5 എണ്ണം ഉണ്ടല്ലേ. 5 എണ്ണം നമ്മൾ ചെയ്തു. 1 2 3 4 5. ഓക്കെ. അപ്പോൾ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇനി ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം. 1 2 3. നമുക്കൊരു അറൗണ്ട് ഒരു 25-30 എന്തായാലും വേണ്ടി വരും. നമുക്ക് ചെയ്ത് നോക്കാം എത്രയൊക്കെ ഉണ്ട് അതിൻ്റെ ലെങ്ത്ത് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ 3 അല്ല, ഇത് 4 30 കൊണ്ട് എത്ര ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അത് ചെറുതല്ലേ, ഈ ഒരു സൈസ് പോരല്ലോ നമുക്ക്. എൻ്റെ കയ്യിലുള്ളൊരു പൗച്ചിനതാ ഇത്രയ്ക്ക് ഉണ്ട് ലെങ്ത്. അപ്പോൾ നമുക്കൊരു 40 എടുക്കാം അല്ലേ. ഇപ്പോൾ 30 ആയത്. 40. അങ്ങനെ നമ്മൾ 40 എടുത്തിട്ട് 40 ആകുമ്പോൾ കുറച്ച് സൈസ് ഉണ്ട്. അത്ര മതി. അയ്യോ പോയേ. കിട്ടി. ഇനി നമുക്ക് ഇതിൽ തന്നെ വന്നിട്ട് ചെയ്താലും മതി. ഞാൻ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാമെന്ന് വിചാരിക്കാം. ഓക്കെ, ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തിട്ട് ഓക്കെ. ഇപ്പം ഇങ്ങനെ ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഇവിടെ നിന്നിട്ട് സിംഗിൾ ക്രോഷേ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യാം. ആ സ്ലിപ്പ് സ്റ്റിച്ച് നമുക്കൊരു ഇതായിട്ട് കൗണ്ട് ചെയ്യട്ടോ. ഇത്ര മതി, ഇവിടെ വരെ മതി. ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ഈ ഒരു വർക്കും കൂടെ കഴിഞ്ഞു. ഇനി നമ്മൾ
ചെയ്യുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. ഇതിലെ ബാക്കിലുള്ള ത്രെഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കി. അപ്പോൾ നല്ല വൃത്തിയുണ്ട്. ഇനി ഈ 2 ബാക്ക് സൈഡും കൂടെ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ സ്യൂ ചെയ്യല്ല, നമുക്ക് ക്രോഷേന്ന് ചെയ്യാം. ഇങ്ങനെ ഇവിടെ ഫുൾ നമ്മളിങ്ങനെ സിംഗിൾ ക്രോഷയോ അല്ലെങ്കിൽ സ്ലിപ്പ് സ്റ്റിച്ചോ ചെയ്തിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വരും. എന്നിട്ട് ഇത് ഇങ്ങനെയാണ് ഇടുക. കണ്ടോ, ഈ ഹോളിലൂടെ ഇതിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ടൈറ്റായി കിടക്കും. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരിക്കും. നമുക്കിത് നമ്മുടെ ഏതെങ്കിലും എന്തിൻ്റെ മുകളിലാണ്, ബാഗിൻ്റെ മുകളിലൊക്കെ നമുക്കിതിങ്ങനെ ഹാങ് ചെയ്യാം. ഇതിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ ഹാങ് ചെയ്തിടാമല്ലോ. ഞാൻ കാണിച്ചിട്ടുണ്ട്, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഈ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റിലെ വർക്ക്, ഓക്കെ, ഫൈനൽ നമ്മുടെ ക്രോഷ്യ വർക്കാണ് കാണിച്ചു തരാം. ഇപ്പം നമ്മൾ ഇത് ഇവിടെ ഈ ഒരു ത്രെഡ് ഇവിടെ യാൺ ഇവിടെ കട്ട് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കണം. അപ്പോൾ അത് ഈ യാൺ വലിച്ചു കഴിഞ്ഞാൽ അവിടെ ടൈറ്റായിട്ട് അങ്ങനെ നിന്നോളും. ഓക്കെ, അങ്ങനെ ഈ ഫസ്റ്റ് പോർഷൻ കഴിഞ്ഞ് ഇനി നമുക്ക് ഈ എക്സസ് ആയിട്ടുള്ള ഈ സാധനങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഇതൊക്കെ ഉള്ളിൽ വരുന്നതായതുകൊണ്ട് ഞാൻ ഇതൊന്നും ഒഴിവാക്കുന്നില്ല. ബാക്കി പുറത്തേക്ക് നിൽക്കുന്ന ഈ ഒരു യാൺ നമുക്ക് നല്ല വലിച്ച് ടൈറ്റാക്കിയതിന് ശേഷം ഇവിടെ തന്നെ സ്യൂ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതാണ്. കാരണം ആ ഒരു സ്റ്റാർട്ടിങ് പോയിന്റിലുള്ളത് എപ്പോഴും കുറേ നമ്മൾ റഫ് യൂസൊക്കെ ആകുമ്പോൾ കുറേ കഴിയുമ്പോൾ കുറച്ച് ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിങ്, ഇതിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ആ ഒരു ഹോളിൽ ഇങ്ങനെ വരും. അപ്പോൾ ഹോൾ വരുന്നതിനേക്കാൾ ഭംഗി ഇങ്ങനെ ടൈറ്റായിട്ട് നിൽക്കുമ്പോഴാണ് കൂടുതൽ ഭംഗി. അതുകൊണ്ട് തന്നെ അതൊന്ന് ഞാൻ ഒന്ന് സ്യൂ ചെയ്ത് വെക്കാറുണ്ട് ഉള്ളിലേക്ക്. എന്നിട്ട് പിന്നെ നമുക്ക് ബാക്കി വരുന്ന ഞാൻ കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇതിപ്പം ഈ ഇങ്ങോട്ടാണ് വരുന്നത്. അപ്പം നമുക്ക് ഇങ്ങോട്ടേക്ക് തന്നെ തുന്നാം. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ എടുത്താൽ മതി, പുറത്തേക്ക് കാണാതെ കേട്ടോ. ഈ ഉള്ളിലൂടെ ഇങ്ങനെ ഈ റൗണ്ടിൽ തന്നെ ഇങ്ങനെ പോവുക കുറച്ച് ദൂരം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ടേക്കും വരാം. ഇപ്പം ഇവിടെ വന്നില്ലേ, ഇനി ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു ലൈനിൽ കൂടെ അങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ ആ നൂല് പിന്നെ അധികം ഇളകാതെ അങ്ങനെ നിന്നോളും. ഇത് കണ്ടില്ലേ, പുറത്തേക്ക് ഈ പുറത്ത് അതിൻ്റെ യാതൊരു അടയാളങ്ങളും ഇല്ല. ഓക്കെ, അങ്ങനെ ആ പണി കഴിഞ്ഞു. നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ കട്ട് ചെയ്തു. ഇനി ഇതൊക്കെ ഓവറായിട്ടുള്ളതൊക്കെ നമുക്ക് വേണ്ട കട്ട് ചെയ്ത് ഒഴിവാക്കാം. ഓക്കെ, ഇവിടെ ഇല്ലല്ലോ, ഇവിടെ ഉണ്ടല്ലോ ഒരു യാണ്. അത് നമ്മളിപ്പോൾ ലാസ്റ്റ് നിർത്തിയിട്ടുള്ളതാണ്. ഇതും നമുക്കവിടെ ഉള്ളിലേക്ക് ഇൻസെർട്ട് ചെയ്തിരിക്കണം, നല്ലതാണ്. ഇത് നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കാണുന്ന രീതിയിൽ, പുറത്തേക്ക് കാണാത്ത രീതി, കാരണം ഇതാണ് പുറം ഭാഗം വരുന്നത്. അപ്പോൾ നമ്മളത് ഉള്ളിലേക്ക് വെക്കുന്ന രീതിയിൽ ചെയ്യാൻ നല്ലത്. അങ്ങനെയാകുമ്പോൾ പുറത്തതങ്ങനെ ബോറായിട്ടൊരു ഇതായിട്ട് കിടക്കില്ലല്ലോ. ആദ്യം ഇങ്ങോട്ട് എടുക്കാം ഉള്ളിലേക്ക്, എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് തുന്നാം. ഞാനിങ്ങനെ ഏതെങ്കിലുമൊക്കെ ഓരോരോ നോട്ടിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഇടും. ഇത്ര മതി. ഇവിടെ കട്ട് ചെയ്യാം. വേണമെങ്കിൽ ഇനി ഇവിടെ ഇങ്ങോട്ടൊക്കെ വെക്കാം, പക്ഷെ അത് വേണ്ട, അത്രയൊക്കെ മതി. ഓക്കെ, അങ്ങനെ അതും കഴിഞ്ഞു.
ഇനി നമ്മൾ ഇതിൻ്റെ ഫൈനൽ പരിപാടി. ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. എവിടെ നിന്നാണോ തുടങ്ങേണ്ടതെന്ന് നോക്കിയിട്ട് വേണം തുടങ്ങാൻ. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ കറക്റ്റായിട്ട് വരില്ല. ഇങ്ങനെ വെച്ച് നോക്കി ഒക്കെ ഈക്വൽ അല്ലേ നോക്കിയതിന് ശേഷം തുടങ്ങണം. ഓക്കെ, ഇങ്ങനെ തുടങ്ങാം. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നീഡിൽ വെച്ചിട്ട് സ്യൂ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ക്രോഷേ തന്നെ ചെയ്യാം. ഞാൻ ഇപ്പം ചെയ്യാൻ പോണത് ക്രോഷയാണ്. വൈറ്റ് വെച്ചിട്ട് തന്നെ ക്രോഷേ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അല്ലെങ്കിൽ വേണമെങ്കിൽ ആഷ് യൂസ് ചെയ്യാം, പക്ഷെ വേണ്ട, വൈറ്റ് അല്ലെങ്കിൽ ആഷ് ആക്കാം അല്ലേ, ആഷ് കളർ എടുക്കാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഈ ഒരു വർക്ക് ചെയ്തതെന്ന് ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയട്ടെ. ഇത്രയും വലിയ ഹുക്ക് എടുക്കണ്ട കേട്ടോ. ഞാൻ എന്താ വെച്ചാൽ എൻ്റെ 3mm ഹുക്ക് കുറച്ച് ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതായിട്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമില്ല. പക്ഷേ വീഡിയോ എടുക്കുമ്പോൾ എന്താ വെച്ചാൽ അത് ഊരിപ്പോരുന്ന ഒരു സാഹചര്യം വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടല്ലേ. അതുകൊണ്ടാണ് ഞാൻ ഈ അതിൻ്റെ വലിയ സൈസ് യൂസ് ചെയ്തത്. പക്ഷേ ഇതിലും ചെറിയ ഹുക്ക് ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ കുറച്ചുകൂടെ ചെറിയ ഫ്ലവറും ഈ ഹോൾസ് ഇതൊക്കെ കുറച്ചുകൂടെ കുറഞ്ഞു കിട്ടും. കുറച്ചുകൂടെ ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിനും കുഴപ്പമൊന്നുമില്ല, അത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ എങ്ങനെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഫസ്റ്റ് ഞാൻ ഈ നമ്മുടെ ഈ കോർണറിൽ ഇങ്ങനെ ഈ ഒരു കോർണർ വരുന്നില്ലേ, ഇവിടുത്തെ ഈ ഫസ്റ്റ് ലൂപ്പിലാണ് ഇടുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള ആ ലൂപ്പ് ഇത്, അതായത് ഈ ഫസ്റ്റത്തെ വരുന്ന എൻ്റെ അമ്മ ഇവിടെ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് അയ്യോ അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പം നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാണ്. അതിന് ആദ്യമായിട്ട് ഈ കോർണറിലുള്ള ഈ ഫസ്റ്റ് ലൂപ്പ് അതാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ വരുന്നത് ഞാൻ ഇതാണ് എടുക്കുന്നത്. മറ്റേതിൻ്റെ ഉള്ളിൽ എനിക്ക് ഈ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അത്രയും അവിടെ ഞാൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തുകൊണ്ട് ഭയങ്കര ടൈറ്റായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇതെന്താവോ എന്തോ നോക്കട്ടെ. അങ്ങനെ നമ്മൾ നമ്മുടെ യാത്ര ആരംഭിക്കുകയാണ്. യാത്ര ആരംഭിക്കില്ല, ഇത് അവസാനിക്കുന്നതിൻ്റെ യാത്ര ആരംഭിക്കുകയാണ്. ഈശ്വര, സക്സസ് ആണ്. ഓക്കെ, ഇതിങ്ങനെ നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണ്ടല്ലോ. സ്ലിപ്പ് സ്റ്റിച്ച് വേണ്ട, നമുക്ക് സിംഗിൾ ക്രോഷേ ചെയ്ത് അങ്ങനെ പോവാം. ഫസ്റ്റത്തെ കഴിഞ്ഞു, ഇനി സെക്കൻഡ്. ഈ നൂലും ഞാൻ ഇതിൻ്റെ കൂടെ പിടിക്കുന്നുണ്ട്. അപ്പോൾ ആ നൂല് കുറച്ചുകൂടെ ടൈറ്റായിട്ട് നിൽക്കുക. കാരണം ഈ നൂലിൻ്റെ മുകളിലാണ്, ഈ ആണിൻ്റെ മുകളിലാണ് നമ്മുടെ എല്ലാ ഈ ഒരു പൗച്ചിൻ്റെ ഗ്രിപ്പും കിടക്കുന്നത്. ഇത് അഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ഈ പൗച്ച് 2 പീസുകളായിട്ട് പോരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഇത് നമുക്ക് വേണമെങ്കിൽ ഉള്ളിലേക്ക് ആക്കി പിടിക്കാം. അതിൻ്റെ ഉള്ളിലേക്ക് വെച്ചാൽ മതി. പക്ഷേ ഉള്ളിലേക്ക് ആകുമ്പോൾ പിന്നെ കാണില്ല. അതിനൊക്കെ ഇവിടെ നിന്നാലേ എനിക്ക് ശരിക്കും കാണുള്ളൂ ഇത് ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മളിതിങ്ങനെ സിംഗിൾ ക്രോഷേ ചെയ്ത് ഇങ്ങനെ പോവാം. ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇത് ഓൾറെഡി ക്രോഷേ ചെയ്യാൻ അറിയുന്ന ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത്. കാരണം എന്താ വെച്ചാൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ സ്റ്റിച്ചുകൾ കുറച്ചും കൂടെ അറിയണം. ഇനിയിപ്പോൾ ഈ ഡബിൾ ക്രോഷേ, സിംഗിൾ ക്രോഷേ ഇതിലൊക്കെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ മുന്നത്തെ വീഡിയോസ് എടുത്ത് നോക്കിയാൽ അതിൽ വളരെ ക്ലിയറായിട്ട് അതിൻ്റെ മാത്രം വീഡിയോസ് ഉണ്ട്. ഈ സിംഗിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുക, ഡബിൾ ക്രോഷേ എങ്ങനെയാണ് ചെയ്യുക, സ്ലിപ്പ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുക, അതുപോലെ എന്താ പറയുക നമ്മുടെ കൺഫ്യൂഷൻ ഉള്ളവരൊക്കെ നോക്കിയിട്ട് എടുക്കാം. ചെറിയ കൺഫ്യൂഷൻ വന്നിട്ടോടെ
അപ്പോൾ ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാക്കാം. ഇപ്പം നമ്മളിതിൻ്റെ എൻഡിലെത്തി. ഇങ്ങനെ നമ്മുടെ പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോവാണേ. ശരിക്കും ഇത് ഇങ്ങനെ ഈക്വൽ ആക്കണമെങ്കിൽ ഇവിടെ വെച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം അല്ലേ? നമുക്ക് ഇവിടെ വെച്ച് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് സ്ലിപ്പ് സ്റ്റിച്ചാക്കി മാറ്റാം. അതിന് നമ്മൾ ഇങ്ങനെ എടുക്കുക, ഇതിൻ്റെ ഉള്ളിലൂടെയും കൂടെ എടുത്തു കഴിഞ്ഞാൽ സ്ലിപ്പ് സ്റ്റിച്ചായി. ഇനി തഴിയില്ല. ഇനി നമുക്കിത് കുറച്ച് ലെങ്ത്തിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം, എന്നിട്ട് ഉള്ളിലേക്ക് സ്യൂ ചെയ്ത് വെക്കാനുള്ളതാണ്. ഓക്കെ, ഇത് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കാം. കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും ചെറുതായിട്ടൊന്ന് വലിച്ചിട്ട് കട്ട് ചെയ്യണം. കാരണം അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ പിന്നെ നമ്മളിങ്ങനെ ഒന്ന് സ്ട്രെച്ച് ചെയ്യുമ്പോൾ അത് ഉള്ളിലേക്ക് പോയിക്കോളും, അത് കാണൂല. ഇപ്പോൾ ദാ ഇതിങ്ങനെ വരും, കണ്ടോ? ഇങ്ങനെയാണ് നമ്മുടെ പൗച്ച് ഉണ്ടായിരിക്കും. നല്ല ക്യൂട്ടല്ലേ, ചെറിയ കുഞ്ഞു പൗച്ച്. ഇനി ഇത് നമുക്ക് സ്യൂ ചെയ്യാനുള്ളതാണ്. ബാക്കി എല്ലാം ഓക്കെയാണ്. നമുക്ക് അതും കൂടെ സ്യൂ ചെയ്തിട്ട് ഞാൻ ഇയർപോഡ് ഇട്ട് കാണിച്ചു തരാം. ഇനി ഇത് ഉള്ളിലേക്ക് ഞാൻ ചെയ്യാൻ പോണത് ഇതാ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഞാൻ ആദ്യം ഉള്ളിലേക്ക് എടുക്കും. ശരിക്കും നമുക്കിത് മറച്ച് വെച്ചിട്ട് ഇങ്ങനെ ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇങ്ങനെതാ ഇതിലൂടെ ഈ ഹോളിലൂടെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ ഉള്ളിലേക്ക് ഇത്ര മതി. ഇനി ഇത് കട്ട് ചെയ്യാം ഇവിടെ. ഓക്കെ, ഇവിടെ ഉണ്ട് ഒരു ത്രെഡ് ഇതേപോലെ. അങ്ങനെ എക്സസ് ആയിട്ട് കാണുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്തൊന്ന് വൃത്തിയാക്കി വെക്കാം. ഞാനൊക്കെ ഇവിടെ നിന്ന് മാറ്റട്ടെ. എല്ലാം മാറ്റിയിട്ട് നല്ല ഫ്രഷ് അടിപൊളി സാധനം കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമ്മുടെ ഇയർപോഡ്. ഇതാ നമ്മൾ ഇയർപോഡ് ഇതിലേക്ക് വെക്കുകയാണ്. നമുക്കിതിൽ കോയിൻസൊക്കെ ഇട്ടൊക്കെ. വാവ്, ഇത് കറക്റ്റ് സൈസ് കേട്ടോ. അത് കറക്റ്റായിട്ട് അതിൽ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കാം. ഇനി നമുക്ക് ഇത് ഏതെങ്കിലും ബാഗിൽ തൂക്കിയിടാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഇയർപോഡ് പൗച്ച്. അങ്ങനെ നമ്മുടെ ഇയർപോഡ് പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ബാഗിൽ ഒക്കെ ഹാങ് ചെയ്ത് ഇടാം, സൈഡിൽ ഇങ്ങനെ കൊളുത്തിയിടാം. പിന്നെ ഏറ്റവും വലിയ ഗുണം വെച്ചാൽ ഇത് നമുക്ക് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് ഇയർപോഡ് വെക്കണമെങ്കിൽ ധൈര്യമായിട്ട് വെക്കാം. ഇതിലിട്ട് കഴിഞ്ഞാൽ സേഫാണ്. പിന്നെ ഇതിൽ വേണമെങ്കിൽ നമുക്ക് കോയിൻസ് ഒക്കെ ഇട്ട് വെക്കാം കേട്ടോ. ഈ ഇയർപോഡ് പൗച്ചായിട്ട് തന്നെ യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതായതുകൊണ്ട് കോയിൻസും ഇതൊന്നും അത്ര സേഫ് ആയിരിക്കില്ല. വല്ല നോട്ടുകളൊക്കെ ആണെങ്കിൽ നടക്കും. നോട്ടൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഇരുന്നോളും. പക്ഷേ കോയിൻസ് ചിലപ്പോൾ വീണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ബാഗിലാണ് വെക്കുന്നതെങ്കിൽ ഇതിലിട്ട് വെക്കണ ഒരു രസത്തിന് വെക്കണൊക്കെ. നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇഷ്ടം വേണ്ടി ഉണ്ടാക്കിക്കൂടെ, പലതരത്തിലുണ്ടാക്കിയിട്ട് നമുക്ക് എന്തിനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ഇതിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിലല്ല, പിന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റിൽ ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം.
പിന്നെ ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ഭയങ്കര പക്ക പ്രൊഫഷണൽ അല്ല. എനിക്ക് ഇതിനെക്കുറിച്ച് ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ക്രോഷേനെ കുറിച്ച് അറിയില്ല. ഞാനിതുപോലെ യൂട്യൂബ് നോക്കി പഠിച്ചിട്ടാണ് ഇത് ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. കുറേ സ്റ്റിച്ചുകൾ ഇതൊക്കെ അറിയാം, സ്റ്റിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇതേപോലെ യൂട്യൂബിൽ നോക്കും. എനിക്ക് സ്വന്തമായിട്ട് നമുക്കൊരു സാധനം ഉണ്ടാക്കണമെങ്കിൽ, അതുപോലെ നമുക്ക് ഫ്രണ്ട്സിന് കൊടുക്കാൻ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ നമുക്ക് ഒരു സാധനം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എപ്പോഴും നോക്കി പഠിച്ച് ചെയ്യും. മോൾക്ക് ഞാൻ എന്തുണ്ടാക്കിയാലും ആദ്യം ഓടി വരുന്ന ആൾ എൻ്റെ മോളാണ്. എന്തുണ്ടാക്കിയാലും അതൊക്കെ വേണം. ഈ പൗച്ച് ഇതുപോലെയുള്ള വേറൊരു പൗച്ചുണ്ട്, അതുപോലെ ഉണ്ട് റെഡ് കളറിൽ. ഇതിൻ്റെ വേറൊരു ചെറുതുണ്ട്, അത് എല്ലാം മറ്റാൾക്ക് വേണം. അപ്പം നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമ്പം, അതുപോലെ കുട്ടികൾക്ക് ഇടുന്ന ടിക് ടിക് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനെ സൈഡിൽ കുത്തുന്ന ആ സംഭവം, ഇതുപോലെ എന്താ പറയുക, അത് ഞാൻ ഒരു റെഡ് കളർ വേണമെന്ന് പറഞ്ഞപ്പോൾ റെഡ് ഞാൻ വെച്ചിട്ട് ഉണ്ടാക്കി കൊടുത്തു. അത് കുറേ കാലം അവൾ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ നമ്മുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ, അല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സിന് ഉണ്ടാക്കി കൊടുക്കാൻ, പെട്ടെന്ന് ഒരാൾക്കൊരു ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഒരു സന്തോഷമല്ലേ. ചെറിയൊരു സാധനമാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. പിന്നെ നമുക്കിതൊരു എന്താ പറയുക, ഒരു വരുമാന മാർഗമായിട്ട് യൂസ് ചെയ്യാം. അത് ശരിക്കും നല്ലോണം പഠിച്ച് ചെയ്യുകയാണെങ്കിൽ. ഞാൻ ഉണ്ടാക്കി നല്ല സാധനങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ പേജിൽ ഇടാറുണ്ട്. ഇഷ്ടമുള്ളവർ വാങ്ങിയാൽ മതി, ഇഷ്ടപ്പെടുന്നവർ വാങ്ങട്ടെ. അപ്പോൾ നന്നായാലും നല്ല പെർഫെക്റ്റ് ആയാലേ ഞാനത് സെയിൽ ചെയ്യുള്ളൂ. അല്ലാണ്ട് നമ്മുടെ പരീക്ഷണങ്ങളൊന്നും അങ്ങനെ ചെയ്യില്ല. പരീക്ഷണങ്ങൾ അധികം വരില്ല. ഇത് നമ്മൾ ചെയ്യുമ്പം ഒരുവിധമൊക്കെ അങ്ങോട്ട് ശരിയായി വരും. കുറച്ച് കഴിയുമ്പോൾ നമ്മളിതിൽ എക്സ്പേർട്ടാവും. അപ്പോൾ നിങ്ങൾക്കും, ഞാൻ എന്താ വെച്ചാൽ മലയാളം വീഡിയോസൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് മലയാളത്തിൽ നമ്മുടെ പേജിൽ, നമ്മളെ യൂട്യൂബ് ചാനലിൽ ഇടുന്നത്. അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് കേട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ എളുപ്പമുണ്ടാവും. എനിക്ക് മലയാളം, ഞാൻ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് മലയാളം വീഡിയോസേ ഉണ്ടായിരുന്നില്ല. ഞാൻ എത്രയോ സെർച്ച് ചെയ്തിട്ടുള്ള അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് എല്ലാവരും. പക്ഷേ ഇപ്പം മലയാളം വീഡിയോസ് കുറവാണ്. അവർ ഓൺലൈൻ ക്ലാസ്സുകളായിട്ട് അങ്ങനെ എടുത്തു കൊടുക്കണം, അല്ലാണ്ട് വീഡിയോസ് അധികാരം അങ്ങനെ ചെയ്യുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ കുറേ മുന്നേ തുടങ്ങിയാണ്. പിന്നെ വ്യൂ ഒക്കെ കുറവായപ്പോൾ പിന്നെ എനിക്ക് മടി. പിന്നെ ഇത് എടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്റ്റിക്കായിട്ടുള്ളൊരു കാര്യമാണ്, ഇതിൻ്റെ വീഡിയോ എടുക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പം ഞാൻ വേറൊരു ടെക്നിക്ക് വെച്ചിട്ട്, പണ്ട് ഞാനിങ്ങനെ എല്ലാവരും എടുത്തിരുന്നത്, ഇപ്പം ഞാൻ 2 പാട്ടാക്കിയിട്ട് അങ്ങനെ ഇടാനുള്ള കാരണം അതുകൊണ്ടാണ്. കാരണം ഈ വീഡിയോ വളരെ ലെങ്തി ആയിരിക്കും. അവസാനം ഇത് കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കും നമുക്ക് ഏകദേശം തലയ്ക്ക് വട്ടാവും. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ കരുതി 2 പാർട്ടായി. ഇപ്പം ഞാൻ കാണുന്ന വീഡിയോസിൽ ഇങ്ങനെ 2 പാർട്ട് 3 പാർട്ടൊക്കെ കാണുമ്പോഴാണ് എനിക്ക് ശരിയാണല്ലോ, എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് കരുതിയതുകൊണ്ടാണ് ഞാനും ഇതുപോലെ 2 പാർട്ടാക്കിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ വേറെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനുള്ള പഠിച്ചിട്ട് ഇതേപോലെ ഇടാം. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക, എന്നിട്ട് സക്സസ് ആയ അറിയിക്കുക. ചിലർ പറയും ഇതൊന്നും പറ്റുന്നില്ല, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു തുടക്കത്തിൽ, ഒന്നും ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ നമ്മളങ്ങനെ ചെയ്ത് പിന്നെ അതിൽ നമ്മൾ എക്സ്പേർട്ട് ആവും. നല്ല പേഷ്യൻസ് വേണം. ചിലതൊക്കെ തുടക്കത്തിലൊക്കെ ഇതേപോലെ ഒരുപാട് ഉണ്ടാക്കിയിട്ട് കംപ്ലീറ്റ് ഒഴിവാക്കേണ്ടി വന്നിട്ടുണ്ട്. എത്രയോ നൂല് എൻ്റെ കയ്യിൽ നിന്ന് വേസ്റ്റ് ആയിട്ടുണ്ട് ഈ ഇതിൻ്റെ. അപ്പം അതൊക്കെ അതിപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പോഴും ചില കാര്യങ്ങൾ ചെയ്ത് വരുമ്പം ലാസ്റ്റ് എത്തുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അപ്പോൾ ഇനി അത്രയും നൂല് തിരിച്ച് നമ്മൾ ചുറ്റിയെടുക്കണ്ടേ, അല്ലെങ്കിൽ ഇതാക്കണ്ടേന്ന് കരുതിയിട്ട് പിന്നെ ഞാനത് അങ്ങോട്ട് ഒഴിവാക്കും. കുറേ വലിയ മിസ്റ്റേക്കൊക്കെയാണ് കേട്ടോ, കുറേ ബുദ്ധിമുട്ടുള്ള കാര്യമൊക്കെയാണ്. അല്ലെങ്കിൽ ഒരുവിധമൊക്കെയാണെങ്കിൽ ദൈവം തിരിച്ച് ചുറ്റി പിന്നെ ആ നൂല് തന്നെ യൂസ് ചെയ്തിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നല്ല പേഷ്യൻസ് ഉള്ളവരും ഇതിൽ നല്ല താല്പര്യമുള്ളവരും ചെയ്തു നോക്കുക. ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യം നമ്മളൊരു സാധനം ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോ ഇടാൻ പറ്റട്ടെ. എന്നും ഇങ്ങനെ പറഞ്ഞ് ഞാൻ പോകും, പക്ഷെ പിന്നെ എത്രയോ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ വരിക. അങ്ങനെ അവധി ഇരിക്കട്ടെ. അപ്പോൾ ബൈ.